എല്ലാവരുമായിട്ട് ഞാൻ പറയാണ്, പൊന്നഴക് എന്ന് പറഞ്ഞ ഈ ആൽബം ഒരാഴ്ചക്ക് മുമ്പ് ഞങ്ങൾ റെക്കോർഡ് ചെയ്തതാണ്, തൃശ്ശൂർ റെക്കോർഡ് ചെയ്തതാണ്. നമ്മുടെ രാധാകൃഷ്ണനിലെ രാധാകൃഷ്ണൻ സംഗീതം നൽകി പാട്ട് എഴുതി ചെയ്തതാണ്. അതൊരു നിങ്ങളെല്ലാം ഈ ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾ വിചാരിക്കും അതൊരു ഭക്തി ഗാനമാണെന്ന് വിചാരിക്കും. അല്ല, വെറും പ്രേമഗാനമാണ്. സാധാരണ പ്രേമമല്ല, പ്രേമത്തിനപ്പുറത്തെ പ്രേമം കണക്കില്ല. പ്രേമത്തിന് അത്രയും വലിയൊരു പ്രേമഗാനമാണ്. വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ പോയി കേൾക്കാം. കണ്ണേ നിന്നെ ഞാൻ കണ്ണൊഴിഞ്ഞപ്പോൾ കാൽപ്പവൻ പൊന്ന്, അഴകേ നീ എന്നടുത്തണഞ്ഞപ്പോൾ അരപ്പവൻ പൊന്ന്, മുത്തേ നിന്നെ ഞാൻ മാറോടണച്ചപ്പോൾ മുക്കാൽപ്പവൻ പൊന്ന്, ഓമനെ നിന്നെ ഞാൻ മുത്തമിട്ടപ്പോൾ ഒരു പവൻ പൊന്ന്, ഒരു പവൻ പൊന്ന്. കാലിലണിയാൻ പാദസരം സ്വർണം കൊണ്ടു പണിയാം, അരയിൽ ചാർത്താൻ മണിയരഞ്ഞാണം പൊന്നിൽ മെനഞ്ഞെടുക്കാം. കാലിലണിയാൻ പാദസരം സ്വർണം കൊണ്ടു പണിയാം, അരയിൽ ചാർത്താൻ മണിയരഞ്ഞാണം പൊന്നിൽ മെനഞ്ഞെടുക്കാം. സ്വർണമില്ലെങ്കിലും പൊന്നില്ല എങ്കിലും സ്വത്തേ നീ എൻ സ്വന്തമല്ലേ, സ്വർണമില്ലെങ്കിലും പൊന്നില്ല എങ്കിലും സ്വത്തേ നീ എൻ്റെ സ്വന്തമല്ലേ, സ്വത്തേ നീ എൻ്റെ സ്വന്തമല്ലേ. കണ്ണേ നിന്നെ ഞാൻ കണ്ണൊഴിഞ്ഞപ്പോൾ കാൽപ്പവൻ പൊന്ന്, അഴകേ നീ എന്നടുത്തണഞ്ഞപ്പോൾ അരപ്പവൻ പൊന്ന്, മുത്തേ നിന്നെ ഞാൻ മാറോടണച്ചപ്പോൾ മുക്കാൽപ്പവൻ പൊന്ന്, ഓമനെ നിന്നെ ഞാൻ മുത്തമിട്ടപ്പോൾ ഒരു പവൻ പൊന്ന്, 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 ഒരു പവൻ പൊന്ന്. ചേട്ടാ, ഒരുപാട് നന്ദി ഞങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചതിന്. പല പരിപാടികൾക്ക് ഞാൻ പോകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു പ്രോഗ്രാമിന് പോയി. ഗംഭീരമായ പരിപാടി, ഒരുപാട് ജനങ്ങളും. പക്ഷെ ഞാൻ അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ ഇഷ്ടം ഇത്രയും പേരുള്ള ഫംഗ്ഷനാണ്. ഇത്രയും പേരുള്ള ഫംഗ്ഷൻ ആകുമ്പോൾ വേറെ ഒന്നുമല്ല, എല്ലാവർക്കും കേൾക്കാം, എല്ലാവർക്കും എൻജോയ് ചെയ്യാം. മറ്റേ അതല്ല, അവരവരുടെ കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ വീട്ടിലെ കാര്യങ്ങളും അതെല്ലാം സംസാരിച്ച് മുഴുവൻ പാട്ടുകൾ അവർ കേൾക്കില്ല എന്നാണ് എനിക്കറിയാം, നല്ലോണം അറിയാം. എനിക്ക് ഇന്നലെ അവിടെ കഴിഞ്ഞ പ്രോഗ്രാമിനേക്കാൾ ഈ പ്രോഗ്രാമാണ് വളരെ ഇഷ്ടമായി. വെരി സിമ്പിൾ. പിന്നെ ഇതിൻ്റെ എല്ലാം പുറകിൽ
ആത്മാർത്ഥമായിട്ട് എൻ്റെ പുറകിൽ നിൽക്കുന്നത് കൃഷ്ണയാണ്. അതുകൊണ്ട് കൃഷ്ണയ്ക്ക് പ്രത്യേകം എൻ്റെ നന്ദി ഞാൻ പറയുന്നു. കൂടാതെ കൃഷ്ണയുടെ കൂടെ നിന്ന മറ്റെല്ലാവരോടും നമ്മുടെ പന്ത്രണ്ട് തമ്പുരാൻ, ഉണ്ണി ചേട്ടാ, നമ്മളുടെ പൊന്നഴകിൻ്റെ രചനയും സംഗീതവും നൽകിയ ആർക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടാവും? ഒന്ന് ആർക്ക് ഒരുപാട് പ്രേമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ വരികൾ എഴുതാനും സംഗീതം എഴുതാനും കഴിയില്ല. പ്രണയം എല്ലാവരുടെ മനസ്സിലും ഇല്ലേ ചേട്ടൻ? ചേട്ടനും കൂടി പ്രണയിച്ചിട്ടല്ലേ പാടാറുള്ളൂ. ചേട്ടന്റെ പാട്ടിൽ ഞങ്ങൾ കാണാറുണ്ട് ആ പ്രണയം. ഞാൻ പ്രണയിച്ച് മാത്രമേ പാടാറുള്ളൂ. അല്ല, അതുകൊണ്ട് എല്ലാ പാട്ടിലും അതിൻ്റെതായ ഭാവങ്ങൾ, ഭാവഗായകൻ എന്നല്ലേ പറയണത്. അപ്പൊ പിന്നെ ആ ഭാവങ്ങൾ ഭാവഗായകനല്ല, ഭാവഗായകൻ. എനിക്ക് പറയാനുള്ളത്, കുട്ടിക്കാലം മുതലേ ഞാൻ ആരാധിച്ച് നടന്നിരുന്ന ഒരു മഹാഗായകനാണ്. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കാണുന്നത് ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മണ്ണാർക്കാട് അവിടെ ഒരു ധർമ്മർ കോവിലിൽ അദ്ദേഹം ഗാനമേളയ്ക്ക് വരികയുണ്ടായി. അപ്പോൾ വെള്ള പൈജാമയും ജുബ്ബ ഇട്ടിട്ട് സ്റ്റേജിലേക്ക് ഇങ്ങനെ ഓടി കയറി കൈ ഇങ്ങനെ തെരച്ച് കയറ്റി വന്ന ചേട്ടനാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ. അന്ന് തൊട്ടമ്പലത്തിൽ വേറെയും അതേ ദിവസം തന്നെ ഗാനമേള ഉണ്ടാവാറുണ്ട്. എല്ലാ വർഷവും ഉണ്ടാവും അങ്ങനെ ഗാനമേള, ശിവരാത്രി ദിവസം. ഞങ്ങൾ ഇവിടുന്ന് 2 പാട്ട് കേട്ട് നേരെ അങ്ങോട്ട് ഓടും, അപ്പുറത്ത് 2, അങ്ങനെ ചെയ്യാറ്. പക്ഷെ ചേട്ടൻ വന്ന ആ ദിവസം ഞാൻ അവിടെ തന്നെ ഇരുന്ന് പാട്ട് മുഴുവൻ കേട്ടിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ ആരാധിച്ചിരുന്ന ജയേട്ടൻ എൻ്റെ വരികൾ എൻ്റെ സംഗീതത്തിൽ മൂളുക എന്ന് പറയുന്നത് ഞാൻ സ്വപ്നം പോലും കാണാത്തിരുന്ന ഒരു പവൻ പൊന്ന്, ഒരു പവൻ പൊന്ന്.